മുട്ടയില്ലാതെ ഓംലെറ്റ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എന്നാൽ അങ്ങനെ ഒരു ഓംലെറ്റ് ഉണ്ട് കേട്ടോ. ഇത് വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ്. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അടുത്തുള്ളവർ ചോദിക്കും ഇന്നെന്താ മുട്ടയാണോ എന്ന്. അത്രയും സാമ്യമാണ് കേട്ടോ ഇതിൻ്റെ സ്മെല്ലിന് പോലും. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുമ്പോഴും അതേ ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മുട്ടയില്ലാത്ത ഓംലെറ്റ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യമായിട്ട് വേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. കടലമാവ് മാത്രമാകുമ്പോൾ ഇതൊരു കട്ടിപ്പായിരിക്കും. അപ്പോൾ മൈദയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ഓംലെറ്റിലേക്ക് ചേർക്കുന്ന അതേ ചേരുവകളൊക്കെ ഇതിലേക്കും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു തക്കാളിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാ വെള്ളം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർക്കേണ്ട, പതുക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ബാറ്ററിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ പതുക്കെ ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ദേ ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. നല്ല ലൂസും ആവരുത്, അതുപോലെ നല്ല ടൈറ്റും ആവരുത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൽ ഈ ഒരു ഓംലെറ്റ് നല്ല ഫ്ലഫി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ആ ഒരു ചേരുവ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈനോ ആണ്. നമ്മളെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും ഈ ഒരു സാധനം. ഇതിൻ്റെ ഫ്ലേവർ ഇല്ലാത്തത് വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഫ്ലേവർ ഇല്ലത് വാങ്ങിയാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും ഫ്ലേവർ ഇല്ലാത്തത് കിട്ടുവാണെങ്കിൽ അതന്നെ എടുക്കുക. ഇതില്ലാത്തവർക്ക് ശരിക്കും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിലേറെ ഏറ്റവും ടേസ്റ്റ് ഈ ഒരു ഈനോ ചേർക്കുന്ന തന്നെയാണ് കേട്ടോ. ഈനോ ചേർക്കുന്ന സമയത്ത് ഇത് നല്ല പോലെ പൊങ്ങി വരും. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലായിട്ട് വരും കേട്ടോ. നല്ല പതഞ്ഞങ്ങ് പൊങ്ങി വരും. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ മാവങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിൽ ഇങ്ങനെ അടച്ചു വെക്കുക കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ മേലെ ഭാഗം കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാണ്ടാവും. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മടക്കിയെടുത്തതിന് ശേഷമാണ് ഇനി നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വേവ് അതുപോലെയാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതൊന്ന് അടച്ചു കൊടുക്കാം. അടച്ച് 2 മിനിറ്റ് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർത്താൽ നമുക്കിനി ഇത് തിരിച്ച് ഒന്നുകൂടെ ഇടും. ആ തിരിച്ചിടുന്ന സമയത്ത് ആ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടെ ഇതിലേക്ക് അങ്ങ് വന്നോളും. വെളിച്ചെണ്ണ തന്നെ മതിയെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതുപോലെ വീണ്ടും നമ്മൾ അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 1 മിനിറ്റ് ഇതുപോലെ അടച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മറിച്ച് കൊടുക്കുക. അപ്പോഴും നമ്മൾ 1 മിനിറ്റ് തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ആ ബാക്കിയുള്ള വേവും കൂടി കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് നമുക്കിത് തിരിച്ചുവിട്ടുകൂടാന്ന്. തിരിച്ചിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സോഫ്റ്റും ഫ്ലഫി ആയിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് പരുവം വരുള്ളൂ. ഇനി നിങ്ങൾക്ക് തിരിച്ചിട്ട് കുക്ക് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത്രയും ഫ്ലഫി ആയിട്ടായിരിക്കില്ല അത് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. മുട്ട അലർജി ഉള്ളവർക്കും മുട്ട കഴിക്കാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഓംലെറ്റാണ്. ഇതുവരെ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മുട്ട കഴിക്കുന്ന അതേ ഫീലോട് കൂടി തന്നെ ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.